ഇലകൾ ഇട്ടിട്ടൊക്കെ എൻ്റെയൊക്കെ അമ്മ അങ്ങനെ മക്കളെ കുളിപ്പിച്ചിരുന്നു. എന്താ ഗുണങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നമ്മളെ ഈ കിണറ്റിൽ നിന്ന് മുക്കിക്കൊണ്ടുവരിക, ചിലപ്പോൾ ചൂടാക്കും, ചിലപ്പോൾ ചൂടാക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ എന്താ കുളിപ്പിച്ചപ്പോൾ മൂക്കിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, വെള്ളം കയറി. അപ്പോൾ ഈ അമീബ തരും. അപ്പോൾ ഈ കിണറ്റിൽ എങ്ങനെയാണ് അമീബ ഉണ്ട്? അമീബയ്ക്ക് ഇഷ്ട ഭക്ഷണം എന്താ പറഞ്ഞോ, കുഴപ്പമില്ല, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. പൂപ്പല്. ഈ പൂപ്പൽ മാത്രമല്ല, പൂപ്പലിൽ എന്തുണ്ടാവും എന്നറിയോ? വൈറസും ബാക്ടീരിയ ഉണ്ടാവും കിണറ്റിൽ. ഈ വൈറസും ബാക്ടീരിയ എങ്ങനെ കിണറിലെത്തുന്നത്? ഇപ്പം നമ്മളുടെ കിണറിൽ ഒരു 15 മീറ്റർ ആയിരുന്നു ആദ്യമൊക്കെ നമ്മൾ കിണറും കക്കൂസ് ടാങ്കും തമ്മിലുള്ള അകലം. ഇപ്പം അത് എത്രയുള്ളത്? നിയമപരമായി 7.5 മീറ്ററേ ഉള്ളൂ. പക്ഷെ പല കിണറും കക്കൂസ് ടാങ്കും തമ്മിൽ ഇപ്പോൾ 7.5 മീറ്റർ പോലും ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയില്ല. കാരണം 5 സെൻറ്റ് 3 സെൻറ്റ് സ്ഥലത്തിലല്ലേ. അപ്പോൾ ഇതിലെ വൈറസും ബാക്ടീരിയ എവിടേക്ക് പോകുന്നു? കിണറിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ അമീബയ്ക്ക് നിൽക്കാൻ സുഖസുന്ദരമായിട്ട് അമീബയ്ക്ക് വളരാനുള്ള സാഹചര്യങ്ങളായി. മനസ്സിലായോ? ഈ അമീബയുടെ ഇഷ്ടഭക്ഷണം എന്താണ്? ഈ വൈറസും ബാക്ടീരിയയാണ്. അപ്പോൾ അത് തിന്ന് നല്ല കൊഴുത്ത് ഇഷ്ടം പോലെ. പിന്നെ ഷാലോവെൽസിലാണ് ഏറ്റവും കൂടുതൽ അമീബ വളരുന്നത്. ഷാലോവെൽസ് പറയുമ്പോൾ ആഴം കുറഞ്ഞ കിണറുകൾ. ആഴമുള്ള കിണറുകളിലാകുമ്പോൾ അധികം വരാൻ സാധ്യത. കാരണം പിന്നെ ഈ ടാങ്കിൽ നിന്ന് ഏറ്റവും അടിയിലേക്ക് ചിലപ്പോൾ ലീക്ക് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. പിന്നെ സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്നില്ല. ഷാലോ വെൽസ് ആകുമ്പോൾ എന്താണ്, സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്നു, എല്ലായിടത്തും നിന്നുള്ള വെള്ളം അതിലേക്ക് വരാനുള്ള സാധ്യത. അപ്പോൾ അമീബ ഇഷ്ടംപോലെ. സൂര്യപ്രകാശമാണ് അമീബയ്ക്ക് എന്ന് പറഞ്ഞത്. കുറച്ച് റിപ്രൊഡക്ഷൻ ഒക്കെ ഉണ്ടാകാൻ വേണ്ടി സൂര്യപ്രകാശം ആവശ്യമാണ്. അപ്പോൾ കൂടുതൽ അമീബ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആകെയുള്ളൊരു പോംവഴി എന്താണ്? ക്ലോറിനേഷൻ. ഒരു 15 ദിവസം കൂടുമ്പോൾ ഇനി ആശാവർക്കർ വന്നിട്ടില്ലെങ്കിലും കുറച്ച് ബ്ലീച്ചിങ് പൗഡർ ഒരു പടവിന് 2.5 ഗ്രാം എന്ന രീതിയിൽ ഒരു തീപ്പെട്ടിക്കൂടെ, നമ്മളതല്ല പറയാം, ഒരു തീപ്പെട്ടിക്കൂടെ ബ്ലീച്ചിങ് പൗഡർ ഇടാം. ഓവറാവുകയും ചെയ്യണ്ട. അത് എന്നിട്ട് 1 മണിക്കൂറിന് ശേഷം നമുക്ക് കുടിക്കാനോ എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ഒരു കൊല്ലത്തിലൊരിക്കലെങ്കിലും, 6 മാസമാണ് പറയുന്നത്, 6 മാസത്തിലൊരിക്കൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വെള്ളം ടെസ്റ്റിനയക്കുക. അതിനൊരു ഇപ്പോൾ കിൻഫ്രയിൽ ഒരു 860 രൂപ കൊടുത്താൽ 6 മാസത്തിൽ ഒരു 860, നമ്മൾ ഒരു കിലോ ഇറച്ചി വാങ്ങാൻ എത്ര രൂപ വരും? 200 രൂപ, 250 രൂപ. ബാക്കി എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾ ഉപയോഗിക്കണത് അല്ലേ? ഒരു ടിന്ന് പൗഡറിന് എത്ര വരും? സ്പ്രേക്ക് എത്ര വരും? അങ്ങനെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഇഷ്ടംപോലെ വാങ്ങില്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കിണറിലെ വെള്ളം എന്ത് ചെയ്യുക, ഒന്ന് ആ ബൈക്കിൽ ഇവിടെ ഇപ്പോൾ 1 ലിറ്റർ മിനറൽ വാട്ടർ, ആ കുപ്പിയിൽ ആ മിനറൽ വാട്ടർ ഒഴിവാക്കി ആ കുപ്പിയിൽ വെള്ളം എടുത്തിട്ട് നേരെ അവിടെ കിൻഫ്രയിൽ കൊണ്ടുകൊടുത്താൽ അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് വരും. 860 രൂപ, 6 മാസത്തെ 860 രൂപയില്ല. അപ്പോൾ നമുക്ക് അതിൽ കോളിഫോം ബാക്ടീരിയ ഉണ്ടോ നമുക്ക് ഉറപ്പിക്കാം. അതില്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചവെള്ളം ധൈര്യമായിട്ട് കുടിക്കാം. എനിക്ക് പച്ചവെള്ളം കുടിക്കണം ഭയങ്കര ഇഷ്ടമാണ്.